ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്ലൂ ബോക്സ് അനിമിയുടെ 6ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ എൻഡിങ്ങില് ചിനാറ്റ്സു ഹോസ്പിറ്റലിൽ ഫോൺ മറന്നു വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഫോണ് ചിനാറ്റ്സുവിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹിന ചിനാറ്റ്സുവിന്റെ പിന്നാലെ പോവാണ്. അപ്പൊ ചിനാറ്റ്സു ടൈക്കിന്റെ വീട്ടിന്റെ ഉള്ളിലോട്ട് പോകുന്നത് ഹിന കണ്ടോണ്ട് നിൽക്കുവാണ്. അപ്പൊ ഹിന ടൈക്കിന്റെ മതിലിന്റെ അവിടെ ഇരുന്നിട്ട്, ചിനാറ്റ്സു എന്തിനാ ടൈക്കിന്റെ വീട്ടിന്റെ ഉള്ളിലോട്ട് പോകുന്നേ? എന്തായാലും കുഴപ്പമില്ല, നാളെ ഇനി അവനോട് ചോദിക്കാം എന്നിങ്ങനെ ഹിന മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോഴാണ് ചിനാറ്റ്സുന്റെ ഫോണ് കയ്യിലുള്ള വിവരം ഹിന അറിയുന്നത്. അപ്പൊ വേറെ വഴി ഉണ്ടാവില്ല ഹിനയ്ക്ക്. അവൾ ആ മതിലിന്റെ അവിടെ നിന്നിട്ട്, ടൈക്കി ഇവിടെ എന്താ നടക്കുന്നേ? അപ്പൊ ടൈക്കി നെട്ടുവാണ്. ടൈക്കി തിരിഞ്ഞിട്ട്, ഹിന. എന്നിട്ട് ഹിന അവിടെ നിന്നിട്ട് കാറുവാണ്. ചിനാറ്റ്സു എന്തിനാ നിന്റെ വീട്ടിന്റെ ഉള്ളിലോട്ട് പോകുന്നേ? അതുമല്ലാണ്ട് EMA സ്കൂളിലുള്ള ഉരുളക്കിഴങ്ങ് മോന്തയല്ലേ നീ എന്തിനാ അവളോട് നീ തിരിച്ചു വന്നോ എന്ന് ചോദിച്ചത്? ഇതിന് നീ എക്സ്പ്ലനേഷൻ തന്നേ മതിയാവൂ. അപ്പൊ ടൈക്കി ചിനാറ്റ്സുനെ നോക്കുവാണ്. ചിനാറ്റ്സു സമാധാനത്തില് അവളോട് പറയാന്ന് പറയുവാണ്. അങ്ങനെ ഹിനനെ ടൈക്കിന്റെ റൂമിലോട്ട് വിളിച്ചിട്ട് അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. അപ്പൊ ഹിന, അതാണോ കാര്യം? അവളുടെ പാരന്റ്സില് അബ്രോഡ് പോയത് കൊണ്ട് അവള് നിന്റെ ഒപ്പാണോ നിക്കുന്നേ? അപ്പൊ ടൈക്കി അവളോട് സോറി പറയുവാണ്. എനിക്ക് അവളോട് ക്രഷ് ഉള്ളത് കൊണ്ട് നീ എന്നെ ഹെൽപ്പ് ഒക്കെ ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ നിന്നോട് പറയാത്തത് വളരെ തെറ്റാണ്. അപ്പൊ ഹിന, നിനക്ക് എന്നാലും എന്നെ വിശ്വസിച്ച് പറയായിരുന്നു. എന്നിട്ട് ടൈക്കിന്റെ കാലിലേക്ക് വലിയ മാങ്ങാ ബുക്ക് കൊണ്ടുവന്ന് വെക്കുവാണ്, പനിഷ്മെന്റ് പോലെ. എന്നിട്ട് ഹിന അവനിങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ടൈക്കി ഇത് എന്താ ഇതെന്ന് ചോദിക്കുമ്പോ, നീ ഇങ്ങനെ 5 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാ ഞാൻ നീ ചെയ്തതിന് മാപ്പാക്കാന്ന് പറയുവാണ്. നീ മാത്രല്ല, ഇതിനകത്ത് ചിനാറ്റ്സു ഇൻവോൾവ് ആയതുകൊണ്ട് ഞാനിത് ആരോടും പറയാനൊന്നും നിക്കില്ല. അപ്പൊ ടൈക്കിക്ക് സമാധാനാവുകയാണ്. താങ്ക്സ് പറയാണ് ഹിന എന്റെ അടുത്ത്. എന്നിട്ട് ഹിന, നീ ബുക്കൊക്കെ വെച്ച് ഇങ്ങനെ തന്നെ ഇരുന്നോണം. എന്നിട്ട് ഹിന അവിടുന്ന് പോവുകയാണ്. അവള് പോകുമ്പോഴും ഇങ്ങനെ മനസ്സില് അവര് ഒരുമിച്ചാണ് താമസിക്കുന്നത്. നേരത്തെ തന്നെ അവൻ അവളോട് ക്രഷ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവരിപ്പോ ഒന്നും കൂടെ ക്ലോസ് ആയിരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ പോകുമ്പോഴത്തേനും അവളൊരു സ്ഥലത്ത് ഇടിക്കുവാണ്. അവൾ എന്നിട്ട് സോറി എന്ന് പറഞ്ഞു നോക്കുമ്പോഴത്തേനും അത് ജസ്റ്റ് ഒരു തൂണായിരിക്കും. അങ്ങനെ അടുത്ത ദിവസവും ഹിന പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവളുടെ പ്രാക്ടീസ് കണ്ട് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അവളുടെ കോച്ച്, നീ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യ്, നമുക്ക് എന്തായാലും നാഷണൽസിൽ പോവാം. അപ്പൊ ഹീനയ്ക്ക് വളരെ സന്തോഷാവാണ്. എന്റെ പേര് ഹീനോ ചോനോ എന്നാണ്, എന്റെ നെയിമിന്റെ അർത്ഥം ബട്ടർഫ്ലൈ എന്നാണ്, ഞാൻ എന്തായാലും ബട്ടർഫ്ലൈനെ പോലെ ഡാൻസ് കളിക്കും എന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞിട്ടിരിക്കുവാണ്. അങ്ങനെ ഹീന ചിനാറ്റ്സുവിനെ പെട്ടെന്ന് നോക്കുവാണ്. അപ്പൊ ഹിനന്റെ ഫ്രണ്ട് വിളിക്കുമ്പോഴത്തേനും, ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം. എന്നിട്ട് ഹിന ഒരു സ്ഥലത്ത് പോയി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവള് നേരത്തെ ജിംനാസ്റ്റിക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിനകത്തൊരു സ്റ്റെപ്പ് അവൾ അറിയാണ്ട് മറന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അവൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ എന്തായാലും കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യണം, അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക് എല്ലാ പ്രശ്നങ്ങളും മാറും. എല്ലാവരും എന്റെ മേലെ പ്രതീക്ഷ വെച്ചിട്ടുണ്ട്, അത് ഞാൻ കളയാൻ പാടില്ല. ഞാനൊരു സിംഗിൾ മിസ്റ്റേക്ക് പോലും ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ മനസ്സിൽ കരുതി പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേനും അവളുടെ സ്റ്റിക്ക് കയ്യിൽ നിന്ന് പോവുകയാണ്. എന്നിട്ട് അവളെ തന്നെ അവള് സ്വയം സമാധാനിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരുവാണ്. അങ്ങനെ ടൈക്കി അവിടെ ഇരിപ്പുണ്ടായിരിക്കും. ടൈക്കിന്റെ അടുത്ത് ഹിന പോയി സംസാരിക്കുവാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഹിന അവന്റെ കാലില് വിഷ് ബ്രേസ്ലെറ്റ് ശ്രദ്ധിക്കുവാണ്. നീ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുവോ? അപ്പൊ ടൈക്കി, അങ്ങനെയൊന്നുമില്ല, ഇതെനിക്ക് ചിനാറ്റ്സു തന്നതാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഡേറ്റിംഗിലാണ് അല്ലേ? നീ അതും എന്റെ അടുത്തുനിന്ന് ഒളിക്കുവാണോ? അപ്പൊ ടൈക്കി ഒന്ന് ഞെട്ടുവാണ്. അങ്ങനെയൊന്നുമില്ല, ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ നാഷണൽസിൽ പോവാൻ വേണ്ടിയിട്ട് കെട്ടിയതാണ്. പെട്ടെന്ന് ഹിനയ്ക്ക് എന്തോ പോലെ ആവുകയാണ്. അവള്, നന്നായിട്ടുണ്ട്. എന്നിട്ട് ഹിന അവിടെ നിന്ന് പോവുകയാണ്. രണ്ടുപേരും നാഷണൽസിൽ പോവാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പൊ ഹിന അവർ രണ്ടുപേരെയും മനസ്സിൽ ഓർത്തോണ്ട് നടന്നു പോകുമ്പോഴത്തേനും ഹിന ചിനാറ്റ്സുവിനെയും ടൈക്കിനെയും കാണുവാണ്. അവർ രണ്ടുപേരും എപ്പോഴും അവരെ കുറിച്ച് തിങ്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ ഒരുമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഹിനയ്ക്ക് പോലും അറിയാണ്ട് അവിടെ നിന്ന് കരയുവാണ്. എന്നിട്ട് ഹിന, ഞാൻ എന്തിനെങ്ങനെ കരയുന്നേ? ക്വാളിഫൈ ആവാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ ആവുന്നതുകൊണ്ട് ഞാൻ ചിലപ്പോൾ മൂഡ് ഔട്ട് ആയിട്ടുണ്ടാവും. ഞാൻ എന്തായാലും ഇത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ, അതുമല്ലാണ്ട് തനിച്ചാവുന്നത് നല്ലതിനാണ്. അങ്ങനെ ഹിന വളരെ സാഡ് ആവുകയാണ്. എന്നിട്ട് അവള് വൈകുന്നേരം വീട്ടിലോട്ട് പോകും. അങ്ങനെ അടുത്ത ദിവസം ആവുകയാണ്. ഹിന പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അവളെ കൊണ്ട് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നേ ഉണ്ടാവില്ല. അവൾ ആ സ്റ്റിക്ക് താഴെ വിട്ടോണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ കോച്ച് വന്നിട്ട്, ഹിന നിനക്ക് എന്താ പറ്റിയത്? അപ്പൊ ഹിന, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ TV കണ്ട് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്, ചിലപ്പോ അതുകൊണ്ടായിരിക്കും. ആ സമയത്ത് ടൈക്കിന്റെ ഫ്രണ്ടും കൂടെ ഹിനനെ പറ്റി സംസാരിച്ചിരിക്കുവാണ്. അവള് പ്രാക്ടീസില് ആ സ്റ്റിക്ക് മിസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ടൈക്കി, അവളിങ്ങനെ ചെയ്യാറേ ഇല്ലല്ലോ, അവൾക്ക് എന്താണോ പറ്റിയത് എന്ന് പറഞ്ഞ് ഹിനനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഹിന തിരിഞ്ഞ്
ടൈക്കിനെ നോക്കുമ്പോഴത്തേനും ടൈക്കി ഹായ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കൈതാത്തിയിടുവാണ്. എന്നിട്ട് ടൈക്കി അവളെ നോക്കിക്കൊണ്ടിരുന്ന അവള് വന്നിട്ട് 3000 രൂപ തരാൻ പറയും. ചിലപ്പോ നീ പറഞ്ഞാൽ ശരിയായിരിക്കും, ചിലപ്പോ നീ എന്തേലും ചെയ്തതുകൊണ്ട് അവൾ അങ്ങനെ കാണിക്കുന്നതായിരിക്കും. എന്നിട്ട് ഹിന എന്തായാലും നന്നായി, ചിനാറ്റ്സും ടൈക്കിയും ഒരുമിച്ചല്ലേ താമസിക്കുന്നേ, ഇനി എന്തായാലും അവൻ എന്റെ ഹെൽപ്പ് ആവശ്യം ഉണ്ടാവില്ല. എന്നിട്ട് ഹിന അവളുടെ ജിംനാസ്റ്റിക്കിലുള്ള 2 ഫ്രണ്ടിനെ പിടിച്ചിട്ട് നമുക്ക് പാർട്ടിക്ക് പോയാലോ എന്ന് ചോദിക്കുവാണ്. എന്നിട്ട് അവളിങ്ങനെ മനസ്സിൽ എന്തായാലും അവരുടെ അടുത്തുനിന്ന് ഞാൻ കുറച്ച് മാറി നിന്നേ പറ്റുള്ളൂ. അപ്പൊ ടൈക്കിന്റെ ഫ്രണ്ടിനോട് ഞാൻ അവളുടെ അടുത്ത് നടന്ന കാര്യത്തിനൊക്കെ സോറി പറഞ്ഞാണല്ലോ, പിന്നെന്താ അവൾ ഇങ്ങനെ ചെയ്യുന്നേ? അങ്ങനെ അടുത്തും പ്രാക്ടീസ് ചെയ്യുവാണ്. അവക്ക് പിന്നെ ആ സ്റ്റിക്ക് പിടിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അവളുടെ ഫ്രണ്ട്സ് നീ ടെൻഷൻ ആവുമൊന്നും വേണ്ട, നമുക്ക് ചെറിയൊരു ബ്രേക്ക് പോയിട്ട് വരാന്ന് പറയാണ്. അപ്പൊ ഹിന എനിക്ക് ഒരു കുഴപ്പമില്ല, എന്നാ ശരി ഞാൻ കുറച്ചു നേരം പോയി ബ്രേക്ക് എടുത്തിട്ട് വരാം. അങ്ങനെ ഹിന അവിടുന്ന് പോയിട്ട് വെള്ളം കുടിച്ചോണ്ടിരിക്കുവാണ്. പെട്ടെന്ന് അവിടേക്ക് പ്രിൻസിപ്പൾ വരുവാണ്. ഹേ ഹിന, ഞാൻ നിന്റെ ഇന്റർവ്യൂ വായിച്ചിരുന്നു, നീ ജിംനാസ്റ്റിക്കിലും മാത്രമല്ല ഇന്റർവ്യൂവിലും കലക്കി. അപ്പൊ ഹിന താങ്ക് യു പറയുവാണ്. അല്ല നിന്റെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകുന്നു? ക്വാളിഫയേഴ്സ് ഇങ്ങോട്ട് അടുത്തല്ലോ, നീ എന്തായാലും സൂപ്പറാണ്, നീ എന്തായാലും നിന്റെ അച്ഛനെ പോലെ തന്നെയാണ്, എന്റെ ഒരു വലിയ ഹായ് നീ എന്തായാലും അച്ഛനോട് പറയണേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അപ്പൊ ഹിനയ്ക്ക് എല്ലാവരുടെ എക്സ്പെക്ടേഷൻ കാരണം തലയിലും മുതുകത്തും വലിയ പാറക്കല്ല് വന്ന് പതിച്ചിട്ട് അത് ഏറ്റിങ്ങോട്ട് പോകുന്ന പോലെയാണ് ഹിനയ്ക്ക് തോന്നുന്നേ. എന്നിട്ട് ഹിനയ്ക്ക് പെട്ടെന്ന് ടൈക്കീനെ പറ്റി ഓർമ്മ വരുവാണ്. ഞാൻ എപ്പോഴും അവന്റെ മുമ്പിൽ ഒരു ജോക്കറിനെ പോലെയാണ് ചിരിച്ചു കളിച്ചോണ്ട് നടക്കുന്നേ, പക്ഷെ അവൻ മുമ്പോട്ട് നോക്കി പോകുന്നുമുണ്ട്. അങ്ങനെ ഹിന വന്ന് കഥവ് തുറക്കുമ്പോഴത്തേനും അവിടെ ടൈക്കീനെ കാണുവാണ്. പെട്ടെന്ന് ഹിനയ്ക്ക് ചിനാറ്റ്സുനെ ടൈക്കീനെ അവിടെ ഒരുമിച്ച് കണ്ടത് ഓർക്കും. അവള് കുറച്ചു നേരം നെഞ്ചിൽ കൈയും വെച്ച് പിടിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ശരിയാണ്, ഞാനിത് എന്തായാലും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തേ പറ്റൂ. അങ്ങനെ വൈകുന്നേരം ഹിന എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവളെ എല്ലാം മനസ്സിൽ ഒതുക്കി വെച്ച് അവളുടെ കോൺഫിഡന്റ് ഫുൾ ആയിട്ട് അവള് വെളിയിൽ എടുക്കുവാണ്. എന്നിട്ട് അങ്ങനെ അവള് ജിംനാസ്റ്റിക് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേനും എല്ലാം അവളുടെ കയ്യിൽ ഒതുങ്ങി കിട്ടുവാണ്. അത് കാണുമ്പോ എല്ലാവർക്കും സന്തോഷം. അവൾ എന്തായാലും അവളുടെ ഫോമിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് ഹിന ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു പോവാണ്, എന്തായാലും നന്നായി, ഞാൻ ഒരു മിസ്റ്റേക്ക് പോലും ഇന്ന് ചെയ്തില്ല, എന്നാലും കുറച്ചും കൂടെ പ്രാക്ടീസിന്റെ ആവശ്യമുണ്ട്, എന്തായാലും എന്റെ ബെസ്റ്റ് ഞാൻ നാഷണൽസിൽ കൊടുക്കണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു വരുമ്പോഴത്തേനും ടൈക്ക് പെട്ടെന്ന് വന്ന് കഥവ് തുറക്കുവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ കൂട്ടിമുട്ടി അവളുടെ കാല് ചെറുതായി മടങ്ങി പോവാണ്. അപ്പൊ ടൈക്കിക്ക് ടെൻഷൻ ആവും. നീ ഓക്കെ ആണോ? പെട്ടെന്ന് ഹിനയ്ക്ക് ഒരുപാട് ടെൻഷൻ ആവുകയാണ്. അയ്യോ എനിക്ക് വേദനിക്കുന്നുണ്ടല്ലോ, അപ്പൊ പ്രാക്ടീസിന്റെ സമയത്ത് ഞാൻ എന്റെ റിബൺ മിസ് ചെയ്യോ? വേദന കാരണം എന്റെ ഫോക്കസ് പോവോ? ഞാനിപ്പോ എന്താ ചെയ്യാ? അപ്പൊ ടൈക്ക് അവിടെ ഇരുന്നിട്ട് നിന്നെ കൊണ്ട് എഴുന്നേക്കാൻ പറ്റുമോ? നിന്റെ ലെഫ്റ്റ് കാലല്ലേ, വാ എന്റെ മുതുകത്ത് കേറിക്കോന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുവാണ്. ഹിന എന്നിട്ട് ഇല്ല എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ പൊയ്ക്കോന്ന് അവിടെ ഉള്ള രണ്ടുപേരും പറഞ്ഞു വിടുവാണ്. എന്നിട്ട് ഹിന അവിടെ ഇരുന്ന് നീയും പൊക്കോ, നമ്മളെ ഒരുമിച്ച് ചിനാറ്റ്സ് കാണണ്ട. അപ്പൊ ടൈക്കി എന്ത്? ഞാൻ അങ്ങനെയൊന്നും ഇപ്പൊ ചിന്തിക്കുന്നില്ല, നീ ഗ്രേറ്റ് ആയിട്ടുള്ള ഹീനോ ചോന തന്നെയാണ്, പക്ഷെ നിനക്ക് ശരിക്കും സഹായം ആവശ്യമുള്ളപ്പോ നീ അതിനെക്കുറിച്ച് വീണ്ടും ഒന്ന് ചിന്തിക്ക്. ആ സമയം ടൈക്കിന്റെ ഫ്രണ്ട് ഞാൻ അഡ്വൈസറിനെ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. എന്നിട്ട് അവളെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് അവളെ പിടിച്ചു പൊക്കി പതുക്കെ അവളെ മെഡിക്കൽ റൂമിലോട്ട് എത്തിക്കുവാണ്. അപ്പൊ എന്തോ ഒരു ഫീലിംഗ് ഹിനയ്ക്ക് മനസ്സിൽ തോന്നുവാണ്. എന്നിട്ട് ഹിന മനസ്സിൽ ഇതെന്ത് ഫീലിംഗ് ആണെന്ന് എനിക്ക് കണ്ടുപിടിക്കണ്ട. അങ്ങനെ മെഡിക്കൽ റൂമിലെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നഴ്സ് ഇതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഹിന എന്ത് എനിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലേ? എന്നിട്ട് നഴ്സ് അത് ചെറിയൊരു ചതവാണ്, കുറച്ച് സമയത്തിനുള്ളില് ആ വേദനയൊക്കെ പോവും, നിനക്ക് ക്വാളിഫയേഴ്സ് അടുത്ത് വരുന്നതുകൊണ്ട് നീ കുറച്ച് പാനിക് ആയതാണ്, കുറച്ച് ഐസ് വെച്ച് കഴിഞ്ഞാൽ തീരാവുന്നുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പൊ ടൈക്ക് അവിടെ നിന്നിട്ട് ആരോ കുറുക്കനെ പോലെ കരയുന്നേ ഞാൻ കേട്ടിരുന്നു. അത് കേൾക്കുമ്പോഴത്തേന് ഹിന അവിടെ നിന്ന് കാറുവാണ്. ഞാൻ എന്തോരം പ്രഷറിലാണ് പോകുന്നതെന്ന് അറിയോ? ഞാൻ ശരിക്കും ഉറങ്ങിയിട്ട് പോലും ഇല്ല. അത് കേൾക്കുമ്പോഴത്തേനും അവളുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉള്ള ചാർട്ടിൽ എഴുതിക്കൊണ്ടിരിക്കുവാണ് ടൈക്കി. നീ എന്നെ കളിയാക്കുകയാണോന്ന് ഹിന ചോദിക്കുവാണ്. ഇത് ശരിയാവാൻ കുറച്ച് സമയം എടുക്കും, അതുവരെ ഞാൻ നിന്റെ കൂടെ ഇരിക്കാം, നിന്റെ പ്രശ്നങ്ങളൊക്കെ നീ എന്നോട് പറ. അത് കേൾക്കുമ്പോഴത്തേനും ഹിന അവളുടെ മനസ്സിൽ കിടക്കുന്ന കഷ്ടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഞാൻ നല്ലൊരു കായിക താരത്തിന്റെ മകളൊക്കെ തന്നെയാണ്, പക്ഷെ അച്ഛൻ ചെയ്തതുപോലെ തന്നെ എനിക്കും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല. എല്ലാരും എന്റെ മേലെ ഓവർ എക്സ്പെക്ടേഷൻസ് വെക്കുവാണ്. എന്നിട്ട് കുറച്ച് കാം ഡൗൺ ആയിട്ട്, അത് മാത്രമല്ല എന്റെ ഓപ്പണന്റ് ആയിട്ട് വേറെ ഒരാളും കൂടെ ഉണ്ട്. ആ പെൺകുട്ടി വളരെ പ്രിറ്റിയാണ്, അതുകൊണ്ട് ജഡ്ജസിനൊക്കെ അവള് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ടൈക്ക് അവിടെ കിടന്ന് കാറുവാണ്. അങ്ങനെ ഒന്നും സംഭവിക്കാൻ വഴിയില്ല, നിന്നെ കഴിഞ്ഞ് വേറെ ഏത് ജിംനാസ്റ്റിക് ആണ് വരാൻ പോകുന്നത്, പക്ഷെ അവളെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അവള് വളരെ ഹാർഡ് വർക്കിംഗ് ആണ് എന്നൊക്കെ ഹിന പറയുന്നത് ചിനാറ്റ്സുനെ പറ്റിയിട്ടാണ്. ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് പോലും അറിയാതെ ടൈക്കി അവിടെ ഇരുന്നിട്ട് ഹിനേനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ടൈക്കി എല്ലാം ശരി തന്നെ, പക്ഷെ നീ ഒരു ഫൈറ്റിങ്ങിന് പോലും തയ്യാറാവാണ്ട് നീ പിന്മാറില്ലല്ലോ, അതാണ് നീ എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഹിന ഇരുന്ന് ആലോചിച്ചിട്ട് ഹിനയ്ക്ക് ഭയങ്കര ദേഷ്യം വരുവാണ്.
ഹിന അവളുടെ ഐസ് ബാഗ് എടുത്ത അവന്റെ മുഖത്ത് വെച്ചിട്ട് ഞാൻ 1008 സിനാരിയോസ് കണ്ട് എല്ലാറ്റിനും ഉപരി ഇതൊന്ന് ഓടുന്നതാണ് എനിക്ക് നല്ലത്. അപ്പൊ ടൈക്കിക്ക് വേറെ വഴി ഉണ്ടാവില്ല. ഓ ശരി സോറി എന്നൊക്കെ പറയുവാണ്. എന്നാലും നീ എന്നെ കുറിച്ച് പറഞ്ഞത് സത്യം തന്നെയാണ്. എന്നിട്ട് നഴ്സ് വന്നിട്ട് റെസ്റ്റ് ചെയ്തത് മതി, ഇനി നിങ്ങൾ പ്രാക്ടീസിന് പൊക്കോ. എന്നിട്ട് ടൈക്കി നിന്റെ കാലിപ്പ എങ്ങനെയുണ്ട് ചോദിക്കുവാണ്. ഹിന പതുക്കെ എഴുന്നേറ്റ് തന്നിട്ട് ഇനി ഇത് കുഴപ്പമുണ്ടാവില്ല എന്നാ തോന്നുന്നേ. അങ്ങനെ അവര് നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഹിന ടൈക്കി എനിക്ക് ഗുഡ് ലക്ക് പറയുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ? എന്നിട്ട് ടൈക്കി നേരെ അവളുടെ അടുത്ത് തിരിഞ്ഞ് ഗുഡ് ലക്ക് പറയുവാണ്. അങ്ങനെ ഹിനയ്ക്ക് വളരെ സന്തോഷാവുകയാണ്. അങ്ങനെ ഹിന ക്വാളിഫയേഴ്സില് ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുവാണ്. ഹിനയ്ക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷാവുകയാണ്. അത് കണ്ട് ടൈക്കിക്ക് ഒരുപാട് സന്തോഷാവുകയാണ്. അവളെ കുറിച്ച് വെറി ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഹിന നീ എന്തിനാണ് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നേ? അത് നീ പ്രൈസ് വാങ്ങിച്ചുകൊണ്ട് നോക്കിയതാ. എന്നാ നീ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നോ? ഞാൻ വളരെ സ്റ്റാറിങ് ആണെന്ന്. അങ്ങനെ ടൈക്ക് വീട്ടിൽ അവരോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ടൈക്ക് ഉറങ്ങാൻ വേണ്ടി പോവാണ്. പെട്ടെന്ന് അവിടെ ചിനാറ്റ്സുനെ കാണുവാണ്. നീ ഉറങ്ങാൻ വേണ്ടി പോവാണോ? അപ്പൊ നീയോന്ന് ചോദിക്കുമ്പോ ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഹിനേനെ നേരത്തെ ഒരു ക്ലിനിക്കിൽ വെച്ച് കണ്ടായിരുന്നു. അങ്ങനെ അവള് ഹിനയ്ക്ക് കൊട കൊടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുവാണ്. അതുമല്ലാണ്ട് അവള് വളരെ അമേസിംഗ് ആണ്. ഹിന ക്വാളിഫയേഴ്സിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ടൈക്ക് അതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ അവള് വളരെ ടെൻഷനായിട്ടാണ് ഇരുന്നത്. ഹിന അവള് ഒരു പ്രതീക്ഷയില്ലാത്ത ജിംനാസ്റ്റിക് ആണ് എന്ന് ചിരിച്ചോണ്ട് ചിനാറ്റ്സുന്റെ അടുത്ത് പറയുവാണ്. എന്നാ ശരി ഞാൻ ഉറങ്ങാൻ പോവുക, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവൻ പോവുകയാണ്. അപ്പൊ ചിനാറ്റ്സുന് നേരത്തെ ഹിനയും അവളോട് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടാവുക ടൈക്ക് ഒരു പ്രതീക്ഷയില്ലാത്ത ബാഡ്മിന്റൺ കളിക്കുന്ന ആളാണെന്ന്. അതൊക്കെ ഓർത്ത് ചിനാറ്റ്സു അവിടെ ഇരിക്കുവാണ്. അവർ രണ്ടുപേരും ഏകദേശം ഒരേപോലെയാണ്. ചിനാറ്റ്സു എന്താ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിനയും ടൈക്കിയും തമ്മില് ഇഷ്ടത്തിലാണെന്നാണ് അവള് കരുതുന്നേ. ഞാൻ അവന്റെ കൂടെ നിൽക്കുന്നത് എന്റെ ബാസ്കറ്റ് ബോളിനാണ്, അതും ഞാൻ ഗ്രാജുവേറ്റ് ആകുന്നത് വരെ. അങ്ങനെ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.